പള്ളിപ്പെരുന്നാൾ എന്ന സൂപ്പർ ഹിറ്റ് നാടകത്തിന് ശേഷം സെന്റ് മൈക്കിൾസ് വാർഡ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം അപ്പൂപ്പൻ്റെ 90-ാം പിറന്നാൾ. ഇരുട്ടിന്റെ രാജകുമാരൻ. കാലചക്രം കറങ്ങുന്നു, ദിഗന്ധങ്ങൾ മുഴങ്ങുന്നു. ഉറപ്പും വെളുപ്പും തേടി നടന്ന മനുഷ്യൻ തെറ്റും ശരിയും തിരിച്ചറിയാതെ പോകുന്നു. അതെ, എന്റെ പൊയ്ക്കാലുകൾ പോലെ നിനക്ക് ചുറ്റിലും നീ കാണുന്നതെല്ലാം സത്യമല്ല. പ്രിയ ബാലോകരെ, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കിടന്നുറങ്ങുന്ന അപ്പൂപ്പന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസമാണ്. നാളെ പിറന്നാൾ ദിനത്തിൽ അപ്പൂപ്പന്റെ ജീവിതത്തിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വരും, നമുക്ക് കാണാം, നമുക്ക് നോക്കാം, കുറച്ചൊക്കെ പഠിക്കുകയും ചെയ്യാം. മതി അപ്പൂപ്പ ഉറങ്ങിയത്. ഇങ്ങനെ ഉച്ചനേരത്ത് കിടന്നുറങ്ങാതെ ഞങ്ങളോടൊപ്പം കുറച്ചു നേരം കളിക്കാൻ വാ. ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. എന്താ മക്കളെ കളി? റോബ്ലോക്സ് ആണോ അതോ മൈൻക്രാഫ്റ്റോ? അപ്പൂപ്പ അതല്ല, നാളെ അപ്പൂപ്പന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തൊക്കെ പരിപാടികളാണ് വേണ്ടതെന്ന് നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ? ഈ പിറന്നാൾ ആഘോഷത്തിന് നിങ്ങളെല്ലാവരും എത്തിയല്ലോ, അതുതന്നെ വലിയ സന്തോഷം. എന്തായാലും നിങ്ങളൊക്കെ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ, രാവിലെ തന്നെ പള്ളിയിൽ പോകണം. എല്ലാവരും പോയി വിശ്രമിക്കും, ഞാനും ഒന്ന് കിടക്കട്ടെ. അപ്പൂപ്പ, സമയമായി, നമുക്ക് പോയാലോ? അയ്യോ, ആരാ? ഞാൻ ദൈവത്തിന്റെ മാലാഖ. അപ്പൂപ്പനെ കൊണ്ടുപോകാൻ വന്നതാ. അങ്ങനെ പറയല്ലേ, ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടില്ല. നനച്ചിരിക്കാത്ത നേരത്തെ ഞാൻ വരും. സമയമായി പോകാം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ മാറ്റമില്ല എന്നറിഞ്ഞുകൂടെ? നാളെ എൻ്റെ പിറന്നാൾ ആഘോഷത്തിന് എല്ലാവരും തയ്യാറെടുത്തിരിക്കുക. ഒരു ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനി സമയമില്ല, വരൂ, നമുക്ക് പോകാം. നാളേക്ക് റെഡിയായിരിക്കുന്ന എൻ്റെ പിറന്നാൾ കേക്ക് നിനക്ക് വിടാം. എൻ്റെ കുടുംബമേ, നിനക്കും വിടാം. അപ്പൂപ്പൻ വലിയ ദുഃഖത്തിലാണല്ലോ. അത്ര വിഷമമാണെങ്കിൽ ഞാനൊരു സഹായം ചെയ്യാം. ഞാൻ കണ്ണിൽ ചോരയില്ലാത്ത മാലാഖയൊന്നുമല്ല. ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ പോകണോ അതോ നരകത്തിൽ പോകണോ എന്ന് അപ്പൂപ്പന് തീരുമാനിക്കാം. അതിപ്പോ എന്ത് തീരുമാനിക്കാം? എനിക്ക് സ്വർഗം മതി. എന്നാലും നരകം കാണണമെന്നുണ്ടോ? എന്തിന്? അല്ലെങ്കിൽ വേണ്ട, ഒന്ന് കണ്ടേക്കാം. എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നറിയാമല്ലോ. എങ്കിൽ വാ, ഞാൻ സ്വർഗവും നരകവും കാണിച്ചു തരാം. ആദ്യം നമുക്ക് സ്വർഗം കണ്ടാലോ? ആരാ ഇതൊക്കെ? മാതാവും ഔസേപിതാവും ഡൊമിനിക് സാവിയറോ? ഇതാരാ ഈ ഫോൺ പിടിച്ചു നിൽക്കുന്ന പയ്യൻ? അത് ന്യൂജൻ വിശുദ്ധൻ കാർലോ അക്യൂറ്റസ്. ഇത് അന്തോണീസ് പുണ്യാളൻ. ഇത് ഗീവർഗീസ് പുണ്യാളൻ. കണ്ടില്ലേ അൽഫോൻസാമ? ഇവർ മാത്രമല്ല, വിശുദ്ധ ജീവിതം നയിച്ച സാധാരണക്കാരും ഇവിടെയുണ്ട്.
എങ്ങും സമാധാനവും പ്രാർത്ഥനയും. സ്വർഗം കൊള്ളാം. എങ്കിലിനി നരകം കണ്ടാലോ? ഇതാണോ ഇവിടത്തെ രാജാവ്? നാമാണ് ഇവിടുത്തെ രാജാവ്. ചിലർ എന്നെ ലൂസിഫർ എന്ന് വിളിക്കും. ഇവിടെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ആർക്കും ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ആരും നിങ്ങളെ തടയില്ല. ആഹാ, ഇത് കൊള്ളാം. പിന്നല്ലാതെ ഇവിടെ എല്ലാവരും സന്തോഷിച്ച് നടക്കുന്നത് കണ്ടില്ലേ? ഇപ്പോഴാണ് ഓർത്തത്, 2 കരിമീൻ പൊള്ളിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനത് മറിച്ചിട്ടിട്ട് ഇപ്പോൾ വരാം. ഭൂമിയിൽ ഇത്രകാലം ജീവിച്ചതുപോലെയല്ല, എനിക്കിനിയൊന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിന് ഈ നരകം തന്നെയാ ബെസ്റ്റ്. അപ്പൂപ്പനെ എന്തു തോന്നുന്നു? ഇതിപ്പോ നരകം കൊള്ളാം. നല്ല അടിപൊളി വൈബ്. എനിക്ക് നരകത്തിൽ പോയാൽ മതി. നരകത്തിന്റെ വാതിൽ തുറന്ന് അപ്പൂപ്പനെ അകത്തേക്കെടുത്താലും ലൂസിഫർ? അയ്യോ, ഇത് ചതി. ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. പാട്ടും ഡാൻസും. ഇപ്പോ എന്തു പറ്റി? അതാണ് പറഞ്ഞത്, മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പൂപ്പൻ ആദ്യം ഇവിടെ വന്നപ്പോൾ കണ്ടത് നരകത്തിന്റെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. നിങ്ങളെ പോലെ ധാരാളം ആളുകൾ ഞങ്ങളുടെ പരസ്യം കണ്ട് അതിൽ വീഴുന്നവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നരകം ഇങ്ങനെയാണ്. ഇവിടെ പല്ലുകടിയും തീച്ചൂളയുമുണ്ട്. അപ്പോൾ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചോ? അത് കരിമീനല്ല, പാപിയായ മനുഷ്യനാണ്. അതിനെയാണ് ഞാൻ എണ്ണയിലിട്ട് വറുക്കുന്നത്. അടുത്ത ഊഴം അപ്പൂപ്പൻ്റെതാണ്. വരൂ, തിളച്ച എണ്ണയുടെ സുഖമറിയാം. അന്തിവിധി നാളിൽ ഞാൻ ആകാശങ്ങളിൽ ആഗതനാകുമ്പോൾ തെറ്റായ തീരുമാനമെടുത്ത് നിങ്ങളും ഇങ്ങനെ നരകത്തിലേക്ക് പോകുമോ? അരുത്. നിങ്ങൾക്ക് ചുറ്റിലും ഇങ്ങനെ നിങ്ങളെ മോഹിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്ന പരസ്യങ്ങളുണ്ട്. അതിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുക. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു.